ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സ്പാർക്കിൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നും അമ്മ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോണേണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്പാർക്കിൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വലിയൊരു പാർക്കാണ്. ഇപ്പോൾ ഒരു സൈഡിൽ സ്വിമ്മിങ് സ്ലൈഡ്സ് ഒക്കെ ആയിട്ടൊരു പാർക്ക് വരെയാണ്. പിന്നെ ഇവിടെ ഒരു ഫൺ ഫെയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് തീം പാർക്ക് പോലെ. ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈ വേറൊരു സൈഡിൽ ഇങ്ങനെ ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ വാക്കിങ്ങിനൊക്കെ പറ്റുന്ന ഇതുണ്ട്. ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഹോഴ്സ്, റാബിറ്റ്സ്, ഹാംസ്റ്റേഴ്സ്, ഡക്സ്, ഹെൻസ്, പോണി, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോഴ്സിനെയൊക്കെ കോമ്പൊക്കെ ചെയ്യാം. ഞാൻ പോണീനെയും പിന്നെ റാറ്റ്സിനെയും ഹാംസ്റ്ററിനെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടച്ച് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എനിക്ക് ആദ്യം എല്ലാത്തിനെയും തൊടാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പപ്പ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും തൊട്ട്. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എല്ലാ ആനിമൽസും. അടുത്തത് ഞാൻ പോയത് ആക്ടിവിറ്റീസിൻ്റെ ഏരിയയിലാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറേ പറ്റുന്ന അത്ര ആക്ടിവിറ്റീസിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ 2-3 വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഞാൻ പോയത് ഹുലാ ഹൂപ്സ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുറേ അറ്റംപ്റ്റ്സ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതിലായിരുന്നു കളിച്ചത്. And I really enjoyed it. പിന്നെ അവിടെ ജയന്റ് ബബിൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ പോയി കളിച്ചു. നെക്സ്റ്റ് ഞാൻ പോയ ആക്ടിവിറ്റി ക്രൗൺ മേക്കിംഗ് ആക്ടിവിറ്റിയാണ്. അതിൽ ക്രൗണിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി തരും. നമ്മളത് ലീഫ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. എനിക്കത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് പപ്പയുടെ ഹെൽപ്പും കൂടി എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ക്രൗൺ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോയത് ഫേസ് പെയിൻറ്റിങ് ആയിരുന്നു. പക്ഷെ അവിടെ ഓൾറെഡി ടൈം തീർന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഓൾറെഡി നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു നെസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കളറിങ്ങും ബാച്ച് മേക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിൽ ഞാൻ നേരത്തെ അപ്പം അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഞാൻ മെയിനായിട്ട് ഫൺ ഫെയറിൽ
എങ്ങനെയുണ്ട്? ആരിപ്പോണം എന്താണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.